ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തില് 8-9 വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത്. സഹനത്തിലൂടെ നാം ഞെരുക്കപ്പെടുന്നു, എന്നാൽ തകർക്കപ്പെടുന്നില്ല. അടിയേറ്റ് വീഴുന്നവരാണെങ്കിലും നശിച്ച് പോകുന്നില്ല. മലയാള ഭാഷയില് നമ്മൾ ജീവിതം ആരംഭിച്ച കാലം മുതല് കേൾക്കുന്ന ഒരു പദമാണ് സഹനം. പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തില് തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പദമാണ് സഹനം എന്ന് പറയുന്നത്. പഴയ നിയമ വേദഭാഗത്ത് 42 അധ്യായങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിൽ സഹനം എന്ന വാക്കിന് ഉത്തരം നൽകിയ, ജീവിതം കൊണ്ട് ഉത്തരം നൽകിയ ഭക്തനാണ് ഇയ്യോബ്. എന്താണ് സഹനം എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി നൽകുന്നത് ഇയ്യോബിന്റെ ജീവിതമാണ്. സഹനം എന്ന് പറയുന്നത് ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ ദാരിദ്ര്യമായിരിക്കാം, സർവോപരി നാം സ്നേഹിക്കുന്നവർ വേദനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളാകാം, നാം സ്നേഹിക്കുന്നവര് നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ ക്ലേശങ്ങളാകാം. അങ്ങനെ സഹനത്തിന്റെ പട്ടിക അനന്തമായിട്ട് നീളുകയാണ്. അപ്പൊ സഹനത്തിലൂടെ നാം ഞെരുക്കപ്പെടുന്നു, എന്നാൽ തകർക്കപ്പെടുന്നില്ല. അടിയേറ്റ് വീഴുന്നവരാണെങ്കിലും നശിച്ച് പോകുന്നില്ല എന്ന് വിശുദ്ധനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിലൂടെ പ്രബോധിപ്പിക്കുമ്പോൾ, പഴയ നിയമ വേദപുസ്തകത്തിൽ സഹനത്തിന്റെ പ്രതീകമായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഭക്ത ശിരോമണിയാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത, ഇയ്യോബിന്റെ ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തെ ദുഷിക്കാതെ ഇയ്യോബ് ജീവിച്ചു. ഈ ഒരു സാഹചര്യത്തില് എല്ലാം നഷ്ടപ്പെട്ട് ഇയ്യോബ് കഷ്ടതയുടെ കൊടുമുടിയിലായിരിക്കുന്ന ആ സന്ദർഭത്തില് ഇയ്യോബിന്റെ 4 സ്നേഹിതന്മാര് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നതാണ് ഈ വേദഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത്. ഇയ്യോബിന് 4 സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഒരു സ്നേഹിതന്റെ പേര് എലീഫസ് എന്നാണ്, രണ്ടാമത്തെ സ്നേഹിതന്റെ പേര് ബിൽദാദ് എന്നാണ്, മൂന്നാമത്തെ സ്നേഹിതന്റെ പേര് സോഫർ എന്നാണ്, 4-ാമത്തെ സ്നേഹിതന്റെ പേര് എലീഹു എന്നാണ്. അപ്പൊ ഈ സ്നേഹിതന്മാരെല്ലാവരും ചേർന്ന് ഇയ്യോബിന്റെ കഷ്ടതയുടെ ആ കാലഘട്ടത്തില്, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തില് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്ന സ്നേഹിതന്മാരുടെ വിമർശനവും കുറ്റപ്പെടുത്തലും അസഹനീയമായ നിലയിൽ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ സ്നേഹിതൻ എലീഫസ് ആത്മീയതയുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു. അപ്പൊ ആത്മീയതയുടെ ഔന്നത്യം പ്രാപിച്ചു നിന്ന എലീഫസ് എന്ന് പറയുന്ന സ്നേഹിതൻ പ്രായമുള്ളവനായിരുന്നു, പക്വതയുള്ളവനായിരുന്നു. എന്നാൽ ആ സ്നേഹിതൻ ഇയ്യോബിനോട് പറയുകയാണ്, നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും. അപ്പൊ നീ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടാണ് ഈ കഷ്ടതകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് കഷ്ടതയുടെ കൊടുമുടിയിലായിരിക്കുന്ന സമയത്ത് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന
എലീഫസ് എന്ന് പറയുന്ന സ്നേഹിതൻ പ്രതികരിച്ച് പറഞ്ഞത് അപ്രകാരമാണ്. രണ്ടാമത്തെ സ്നേഹിതന്റെ പേരാണ് ബിൽദാദ്. ബിൽദാദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാരമ്പര്യത്തെ മുറുകി പിടിക്കുന്നവനാണ്. അപ്പൊ ഈ പാരമ്പര്യത്തെ മുറുകി പിടിക്കുന്ന അനേകം ആളുകളെ നമ്മുടെ ചുറ്റുവട്ടത്തിലും നമുക്ക് ഇന്നത്തെ തലമുറയിലും കണ്ടെത്താൻ കഴിയും. ഈ ബിൽദാദ് എന്ന് പറയുന്ന സ്നേഹിതൻ ഇയ്യോബിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീയോ മക്കളോ പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ നീ, അല്ലെങ്കിൽ നിന്റെ മക്കൾ ചെയ്തതായ പാപത്തിന്റെ അനന്തര ഫലമാണ് നീ ഇന്ന് അനുഭവിക്കുന്നതെന്നാണ് ഈ പാരമ്പര്യവാദി പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തെ സ്നേഹിതന്റെ പേരാണ് സോഫർ. എല്ലാ കാര്യങ്ങളിലും PhD നേടിയെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, താൻ പറയുന്നത് മാത്രമാണ് ശരി. നമ്മുടെ സമൂഹത്തില് നമ്മൾ കണ്ടുവരുന്ന ചില ആളുകളുടെ പ്രത്യേകത, ഞാൻ പറയുന്നതാണ് ശരി. അപ്പൊ ശരി ചെയ്യുക എന്നതല്ല, അല്ലെങ്കിൽ ശരിയുടെ കൂടെ നിൽക്കുക എന്നതല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാദിച്ചിരുന്ന ഒരു കൂട്ടുകാരനായിരുന്നു സോഫർ. അപ്പൊ ഈ 3 സ്നേഹിതന്മാരും ഇയ്യോബ് നരകയാതന അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ ഇവരുടെ ആശ്വാസ വാക്കുകള് ഇയ്യോബിനെ കൂടുതലായിട്ട് മുറിവേൽപ്പിച്ചു എന്നാണ് ഈ വേദഭാഗത്ത് വായിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതുപോലുള്ള സ്നേഹിതന്മാര് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആശ്വസിപ്പിക്കുവാൻ എന്ന വ്യാജേന വരികയും കൂടുതൽ ദുഃഖങ്ങൾ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്ന സ്നേഹിതന്മാരാണ് ഇയ്യോബിന്റെ സ്നേഹിതന്മാർ. നാലാമത്തെ സ്നേഹിതന്റെ പേരാണ് എലീഹു. എലീഹു മാത്രമാണ് ദൈവത്തിന്റെ നന്മയെ പ്രകീർത്തിച്ച ഏക സ്നേഹിതൻ എന്ന് പറയുന്നത് എലീഹു മാത്രമായിരുന്നു. ഇയ്യോബിന്റെ വാദഗതികളെയെല്ലാം എതിർത്തുകൊണ്ട് എലീഹു എന്ന് പറയുന്ന ആത്മാർത്ഥ സ്നേഹിതൻ ആ കഷ്ടതയുടെ കാലത്ത് പറഞ്ഞത് എങ്ങനെയാണ്: നീ അല്പം ക്ഷമിക്കുക, വെയിറ്റ് ആൻഡ് സീ. അപ്പൊ എലീഹു പറഞ്ഞു കൊടുത്തത്, നീ ക്ഷമ കാണിച്ചാൽ സഹനത്തിലൂടെ ദൈവ തിരുസന്നിധിയില് നിനക്ക് വീണ്ടും സമ്പന്നനാകാം എന്നാണ്. ഒരു യഥാർത്ഥ സ്നേഹിതൻ, ദൈവത്തിന്റെ നന്മ പ്രകീർത്തിക്കുന്ന സ്നേഹിതൻ പറയുകയാണ്: ക്ഷമിക്കുക, കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് സീ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സമീപ കാലയളവില് കോട്ടയത്ത് കളത്തപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു സംഭവം നടന്നു. അപ്പൊ കോട്ടയത്ത് കളത്തിപ്പടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന 2 കണ്ണിനും കാഴ്ചയില്ലാത്ത വിധവയായ ഒരു സ്ത്രീ. ഈ വിധവയായ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ സ്ത്രീയിൽ നിന്ന് ഒരാള് പതിവായി ലോട്ടറി ടിക്കറ്റ് മോഷ്ടിക്കുമായിരുന്നു. അപ്പൊ മോഷണത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന വിധവ പരിചയക്കാരുടെ സഹായത്തോടെ ഒളിക്യാമറ വെച്ച് ഈ കള്ളനെ പിടികൂടി. ദരിദ്രയായ വിധവ എല്ലാം മറന്നുകൊണ്ട് കള്ളനോട് ക്ഷമിച്ചു. ആ കള്ളനോട് പറഞ്ഞത് എങ്ങനെയാണ്: ഇനി നീ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ആ കള്ളനെ ഈ പാവപ്പെട്ട അന്ധയായ വിധവയായ സ്ത്രീ വിട്ടയച്ചു. അപ്പൊ അനേകം ആളുകള്, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ ഈ പാവപ്പെട്ട സ്ത്രീയോട് ചോദിച്ചു, ഈ കള്ളനെ എന്തുകൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചില്ല? അപ്പൊ ഈ വിധവ, ഈ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത പാവപ്പെട്ട റോസമ്മ എന്ന് വിളിക്കുന്ന ഈ വിധവ പറഞ്ഞ മറുപടി പ്രകാരമാണ്: ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദരിദ്രയാണ്,
നിങ്ങളുടെ എല്ലാം മുന്നിൽ എന്നേക്കാൾ ദരിദ്രയായ ഒരു സ്ത്രീ ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ സമ്പന്നയാണ് എന്ന് പറഞ്ഞാണ് ഈ റോസമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ മറുപടിയായി പ്രതികരിച്ചത്. ഇവിടെ നമ്മൾ തുടങ്ങി വെച്ചത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളാണ്. അപ്പൊ ജീവിതത്തില് കഷ്ടതകളും യാതനകളും സഹനങ്ങളുമൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, നീ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ ക്ഷമയാണ്. ആ ക്ഷമയോടുകൂടി കാത്തിരുന്നാല് ഈ പാവപ്പെട്ട, ഈ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത വിധവയായിരുന്ന ആ സ്ത്രീയെ പോലെ ദൈവത്തിന്റെ മുമ്പിൽ സമ്പന്നനാകാൻ കഴിയും. ദൈവ തിരുസന്നിധിയിൽ സമ്പന്നയായി ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.